ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന് കൂട്ടാൻ ഏറ്റവും രുചികരമായ മൊരിഞ്ഞ കേരള സ്റ്റൈൽ മത്തി ഫ്രൈ. അതിനുവേണ്ട ചേരുവകൾ: ബ്ലാക്ക് പെപ്പർ, കാശ്മീരി ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, സാൾട്ട് ആൻഡ് കറി ലീവ്സ്. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടുക, ലേശം ടെർമറിക് പൗഡർ ഇടുക, അതിനുശേഷം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം. ആൻഡ് ഫൈനലി സാൾട്ട്. നന്നായി മിക്സ് ചെയ്യുക. ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഗൈസ്, നമുക്കറിയാമല്ലോ മത്തി ഫ്രൈ എന്ന് പറയുന്നത് കേരളീയരുടെ ഏറ്റവും പ്രിയങ്കരമായ വിഭവങ്ങളിലൊന്നാണെന്ന്. കേരളീയരുടെ തീന്മേശയിൽ ഒരു സ്ഥിരം താരമാണല്ലോ മത്തി ഫ്രൈ എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് മാരിനേറ്റ് ഫിഷ് ഫോർ 50 minutes. ഓക്കെ ഗൈസ്, 50 minutes ആർ ഓവർ. നൗ വി ക്യാൻ പുട്ട് ദ പാൻ ആൻഡ് ഫ്രൈ ദ ഫിഷ്. അതിലേക്ക് നമുക്ക് എണ്ണ ഇടുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഫിഷ് ഇടാവുന്നതാണ്. നന്നായിട്ട് ചൂടാകണം. ചൂടായതിനു ശേഷം നമുക്ക് ഫിഷ് ഇടാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലെറ്റ് us fry the fish in coconut oil. നന്നായിട്ട് ചൂടായി ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. രുചികരമായ മസാലകൾ പുരട്ടിയ ഈ വിഭവം ചോറിനൊപ്പമുള്ളൊരു അത്യുത്തമ കോമ്പിനേഷനാണ് ഗൈസ്. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ ഫിഷും നമുക്ക് മറുവശം കൂടി മൊരിയാനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തു. എല്ലാ ഫിഷും മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫിഷ് നന്നായിട്ട് മൊരിയുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറി ലീവ്സ് ഇട്ട ശേഷം ഏകദേശം നമ്മുടെ ഇന്നത്തെ മത്തി ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ മത്തി ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്തൊരു കിടിലം വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ.